പാലായിൽ LDF ആണോ UDF ആണോ അധികാരത്തിലെത്തുകയെന്നതും സ്വതന്ത്ര കൂട്ടായ്മയുടെ നിലപാടുകളുമാണ് ചർച്ച നടന്നു വരുന്നത്. അതേസമയം പുതിയ ഭരണസമിതി ഏറ്റെടുക്കേണ്ട നിരവധി പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളും വിവിധ തലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. വിവിധ സംഘടനകളും പൊതുപ്രവർത്തകരും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ പലതും ദീർഘകാലമായി നിലനിൽക്കുന്ന ആവശ്യങ്ങളാണ്. രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ഇത്തരം ആവശ്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടത് ജനകീയ ആവശ്യമാണെന്ന് വിരമിച്ച മുനിസിപ്പൽ ജീവനക്കാരുടെ സംഘടനയ്ക്ക് പാലായിൽ നേതൃത്വം നൽകുന്ന ബിജോയ് മണർകാട് പറഞ്ഞു. പ്രധാനമായി നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് പാലായിലെ പാർക്കിംഗ് സംവിധാനങ്ങളിൽ കാര്യമായ ഒരു മാറ്റം തന്നെ വരുത്തണം. പാർക്കിംഗ് ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. ഒരു മൾട്ടി ടയർ സിസ്റ്റം പാർക്കിംഗ് പാലായിൽ നടപ്പാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിന് ഒന്ന് പ്രത്യേകം ഊന്നൽ കൊടുത്താൽ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ശുചിമുറിയുടെ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ധാരാളം ശുചിമുറികൾ പാലാ നഗരസഭ ഉണ്ടാക്കിയിട്ടുണ്ട്, പല സ്കീമിൽപ്പെടുത്തി. പക്ഷേ ആ ശുചിമുറികളിൽ പൂർണ്ണമായും അത് പരിപാലിക്കപ്പെടുന്ന ഒരു സംവിധാനം, അതായത് ആവശ്യത്തിന് വെള്ളം, അതിനുള്ള തുറന്നു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, അടപ്പ് ഉറപ്പുള്ള വാതിലുകൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ അവിടെ ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പാക്കണം. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ബൈപ്പാസ് റോഡിലുള്ള ആ റൗണ്ടാന, അത് വലിയൊരു പ്രശ്നം. അവിടെ ഒരു ഗതാഗത കുരുക്കാണ്. നഗരത്തിലെ ശൗചാലയങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുകയും നിലവിലുള്ളവ അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗക്ഷമമാക്കണമെന്നുള്ള ആവശ്യം ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണവും പാലാ നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതികൾ കാര്യക്ഷമമാക്കുന്നതിനോടൊപ്പം മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കാനും നടപടികൾ ഉണ്ടാകണം. നഗരത്തിൽ വാഹന പാർക്കിങ്ങിന് സൗകര്യം ഏർപ്പെടുത്തണം. നിലവിൽ പാർക്കിംഗ് സൗകര്യം കുറയുന്നത് പല വ്യാപാര സ്ഥാപനങ്ങൾക്കും ദുരിതമായിട്ടുണ്ട്. വാഹനവുമായി എത്തുന്നവർ പാർക്കിംഗ് സൗകര്യം അന്വേഷിച്ച് അലയേണ്ട സാഹചര്യമാണുള്ളത്. പാലായുടെ വികസന മാതൃക നഗരമധ്യത്തിലെ ലണ്ടൻ ബ്രിഡ്ജ് പോലെ ആകരുതെന്നാണ് അഭിപ്രായമുയരുന്നത്.